ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഫ്ലഷി ഫ്രൂട്ടാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. എന്താണ് ആക്ച്വലി ഫ്ലഷി ഫ്രൂട്ട്? ഫ്ലഷി ഫ്രൂട്ട് എന്ന് പറയുന്നത് നമ്മൾ സിമ്പിൾ ഫ്രൂട്ടിൽ രണ്ട് കാറ്റഗറി പറഞ്ഞിരുന്നു, ഡ്രൈ ഫ്രൂട്ടും ഫ്ലഷി ഫ്രൂട്ടും. അതിൽ ഡ്രൈ ഫ്രൂട്ടിൽ പെരികാർപ്പ് എന്ന് പറയുന്നത് ഡ്രൈ ആയിരിക്കും. ഫ്ലഷി ഫ്രൂട്ടിൽ എന്താണ് പെരികാർപ്പ് സെക്യുലൻ്റ് ആൻഡ് ഫ്ലഷി ആയിരിക്കും. അതിൽ തന്നെ പല കാറ്റഗറീസ് പറയുന്നുണ്ട്. അതിൽ ആദ്യത്തെ കാറ്റഗറിയാണ് എന്ത്? ഡ്രൂപ്പ്. ഡ്രൂപ്പിൻ്റെ പ്രത്യേകത എന്താണ്? മോണോ അല്ലെങ്കിൽ മൾട്ടിലോക്കുലാർ ആയിരിക്കും, സിംഗിൾ സീഡഡ് ആയിരിക്കും, ഇൻഡെഹിസൻ്റ് ആയിരിക്കും, ഫൈബ്രസ് അല്ലെങ്കിൽ ഫ്ലഷി ആയിട്ടുള്ള പെരികാർപ്പ് ആയിരിക്കും. ഈ പെരികാർപ്പ് എന്ന് പറയുന്നത് മൂന്നായിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടുണ്ട്. എപ്പികാർപ്പ്, മീസോകാർപ്പ്, എൻഡോകാർപ്പ് എന്ന് പറഞ്ഞിട്ട് മൂന്ന് ലെയറായിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ എപ്പികാർപ്പ് എന്ന് പറയുന്നത് വളരെ തിന്നായിട്ടുള്ള ആ ഒരു പുറത്ത് കാണുന്ന ആ ഒരു ഔട്ടർ പോർഷനിൽ കാണുന്ന ആ ഒരു ഭാഗമാണ് എന്ത്? എപ്പികാർപ്പ് എന്ന് പറയുന്നത്. മിഡിൽ എന്താണ്? ഫ്ലഷി അല്ലെങ്കിൽ ഫൈബ്രസ് ആയിട്ടുള്ള മീസോകാർപ്പ് ഉണ്ട്. പിന്നെ ഏറ്റവും ഉള്ളിൽ എന്താണ്? ഹാർഡായിട്ടുള്ള എൻഡോകാർപ്പ് ഉണ്ട്. ഇതിൻ്റെ ഓവറി എന്ന് പറയുന്നത് മോണോകാർപ്പിലറി അല്ലെങ്കിൽ പോളികാർപ്പിലറി ആയിരിക്കും, സിങ്കാർപ്പസ് ആയിരിക്കും, സുപ്പീരിയർ ആയിട്ടുള്ള ഓവറി ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, ഇനി ഇതിന് എക്സാമ്പിൾ എന്ന് പറയുന്നത് മാംഗോ, പീച്ച്, പ്ലം, കോക്കനട്ട് ഒക്കെയാണ്. അപ്പോൾ നമ്മളൊരു ഇവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. അതിലേറ്റവും പുറത്തെ ലെയർ എന്താണ്? ഇത് മാങ്ങയാണ്. മാങ്ങേൻ്റെ ഏറ്റവും പുറത്തെ ലെയർ എന്താണ്? മാങ്ങയുടെ ആ തൊലി, അത് എപ്പികാർപ്പാണ്. നമ്മൾ കഴിക്കുന്ന ആ ഒരു ഫ്ലഷി ആയിട്ടുള്ള ആ ഭാഗം എന്താണ്? പൾപ്പ് ഉണ്ടല്ലോ, മാങ്ങേൻ്റെ പൾപ്പ്, അതെന്താണ്? മീസോകാർപ്പാണ്. പിന്നെ നമ്മുടെ മാങ്ങയുടെ സീഡില്ലേ, മാങ്ങയുടെ സീഡിൻ്റെ പുറത്തൊരു തോടില്ലേ, അത് നല്ല കട്ടില്ല, അതാണ് എന്ത്? എൻഡോകാർപ്പ് എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ നമ്മൾ കോക്കനട്ടിൻ്റെ കേസ് എടുക്കുകയെന്നുണ്ടെങ്കിൽ, നമ്മളെ തേങ്ങയുടെ കേസ് എടുക്കുകയെന്നുണ്ടെങ്കിൽ, തേങ്ങേൻ്റെ ഏറ്റവും പുറത്തുള്ള ആ ഒരു എപ്പികാർപ്പ്, അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഉള്ളിലുള്ള ആ ചേരി, അതെന്താണ്? മീസോകാർപ്പാണ്, ഫൈബ്രസ് ആയിട്ടുള്ള മീസോകാർപ്പാണ്. എന്താണ്? പിന്നെ നമ്മൾ ആ ചിരട്ട, അതെന്താണ്? എൻഡോകാർപ്പാണ്. ഓക്കെ, അപ്പോൾ അത്രയാണ് എന്ത് ഡ്രൂപ്പിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി അടുത്ത ഒരു ടൈപ്പ് ഫ്രൂട്ട് എന്താണ്? ബെറിയാണ്. ഓക്കെ, ബെറീൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതിലെന്താണ്? ഒരുപാട് സീഡുകൾ ഉണ്ടായിരിക്കും, ഇൻഡെഹിസൻ്റ് ആയിരിക്കും, പൾപ്പി ഫ്രൂട്ട് ആയിരിക്കും, മോണോ അല്ലെങ്കിൽ പോളികാർപ്പിലറി ആയിരിക്കും ഓവറി എന്ന് പറയുന്നത്, സുപ്പീരിയർ അല്ലെങ്കിൽ ഇൻഫീരിയർ ഓവറി ആയിരിക്കും. പ്ലാസൻറ്റേഷൻ എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ആക്സിൽ ആയിരിക്കും അല്ലെങ്കിൽ പറൈറ്റൽ ആയിരിക്കും. മീസോകാർപ്പ് മാത്രമാണ് നന്നായിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. സെക്യുലൻ്റ് ആയിട്ടുള്ള ഒരു പൾപ്പ് ഉണ്ടാവും, അതിൻ്റെ ഉള്ളിൽ സീഡ്സ് എന്ത് ചെയ്തിട്ടുണ്ടാവും? എംബഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. എപ്പികാർപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ആ പുറത്തുള്ള ആ ഒരു തിന്നായിട്ടുള്ള സ്കിന്നാണ്. എൻഡോകാർപ്പ് എന്ന് പറയുന്നത് ഒന്നുകിൽ തിന്നായിരിക്കും അല്ലെങ്കിൽ എന്തായിരിക്കും? ആബ്സെൻ്റ് ആയിരിക്കും. ഈ ബെറിയിലെ എക്സാമ്പിൾ വരുന്നത് നമ്മുടെ ബനാന, ഗ്രേപ്സ്, ടൊമാറ്റോ. അപ്പോൾ ടൊമാറ്റോൻ്റെ കേസ് എടുത്താൽ നമുക്കറിയാം, ഏറ്റവും പുറത്ത് ആ ഒരു നമ്മൾ വേവിച്ച് കഴിഞ്ഞാൽ ആ ഒരു സ്കിന്ന് ഇങ്ങനെ പറിച്ചെടുക്കാൻ പറ്റുന്ന അങ്ങനത്തെ ടൈപ്പാണ് എന്ത്? തക്കാളിയിലുള്ളത്. അപ്പോൾ അതാണ് എന്ത്? അതിൻ്റെ എപ്പികാർപ്പ്. മീസോകാർപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു പൾപ്പി ആയിട്ടുള്ള പോർഷൻ. എൻഡോകാർപ്പ് എന്ന് പറയുന്നത് എന്താണ്? ചിലപ്പോൾ ഉണ്ടാവാം, ചിലപ്പോൾ ഉണ്ടാവാതിരിക്കാം. പിന്നെ ഇതിൻ്റെ എക്സാമ്പിൾ വേറെ വരുന്നത് എന്താണ്? സപ്പോട്ട, ബ്രിഞ്ചാളൊക്കെയാണ്. ഇനി അതിൻ്റെ ഒരു പിക്ചർ നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന്. ഇത് പുറത്തുള്ള ഒരു എപ്പികാർപ്പ്, മീസോകാർപ്പും എൻഡോകാർപ്പും കൂടി ചേർന്നതാണ് ഉള്ളിലുള്ള ആ ഒരു പോർഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തതാണ് എന്ത്? പോം എന്ന് പറയുന്നത്. പോമിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഹൈലി സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഒരു ഫ്രൂട്ടാണ് എന്ത്? പോം എന്ന് പറയുന്നത്. അത് ആക്ച്വലി എന്താണ്? ഫാൾസ് ഫ്രൂട്ടാണ്. ഓക്കെ, അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ കഴിക്കുന്ന ആ ഒരു സെക്യുലൻ്റ് ആയിട്ടുള്ള എഡിബിൾ ആയിട്ടുള്ള പാർട്ട് എന്ന് പറയുന്നത് എന്താണ്? ഓവറി അല്ല, മറിച്ച് എന്താണ്? ആ ഒരു ഫ്ലഷി ആയിട്ടുള്ള റിസപ്റ്റക്കിളാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ കഴിക്കുന്നത്. അതിൻ്റെ ഓവറി എന്ന് പറയുന്നത് എന്താണ്? ഇപ്പോൾ നമ്മൾ ആപ്പിളിൻ്റെ കേസ് എടുക്കുകയെന്നുണ്ടെങ്കിൽ, നമ്മൾ കഴിക്കുന്ന ആ ഒരു ഭാഗമല്ലേ ആപ്പിളിൻ്റെ, അതെന്താണ്? ശരിക്കും അതിൻ്റെ ഫാൾസ് ഫ്രൂട്ടാണ്, അതിൻ്റെ റിസപ്റ്റക്കിളാണ് നമ്മൾ കഴിക്കുന്നത്. ആ ഉള്ളിൽ ആ സീഡിൻ്റെ ആ ഒരു ചേമ്പറില്ലേ, അതാണ് ആക്ച്വലി എന്ത്? ഓവറി എന്ന് പറയുന്നത്. സെക്യുലൻ്റ് ആയിട്ടുള്ള എഡിബിൾ പാർട്ട് എന്ന് പറയുന്നത് ഓവറി അല്ല, റിസപ്റ്റക്കിളാണ്. ഓവറി എന്ന് പറയുന്നത് ഇൻഫീരിയറും സിൻകാർപ്പസുമാണ്. ആ റിസപ്റ്റക്കിൾ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ട്രൂ ആയിട്ടുള്ള ഫ്രൂട്ടിനെ പൊതിഞ്ഞിട്ടാണ് ഉണ്ടാവുക. പോം എന്ന് പറയുന്നത് റോസേസിയേൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക് ആയിട്ടുള്ള ഫീച്ചറാണ്. എക്സാമ്പിൾ നമ്മൾ ആപ്പിൾ. ഇപ്പോൾ നമ്മൾ എടുക്കുകയെന്നുണ്ടെങ്കിൽ, ഇതിപ്പോൾ ആപ്പിളിൻ്റെ ഒരു ക്രോസ് സെക്ഷൻ ആണെന്ന് നോക്കിയാൽ
ഇതാണ് ആക്ച്വലി എന്ത് അതിൻ്റെ ട്രൂ ഫ്രൂട്ട് എന്ന് പറയുന്നത്. ഈ പുറത്ത് കാണുന്ന നമ്മൾ കഴിക്കുന്ന ആ ഭാഗം ഫ്ലഷി ആയിട്ടുള്ള തലാമസ് ആണ്. ഇതിൻ്റെ ഉള്ളിൽ എന്തുണ്ടായിരിക്കും? സീഡ് ഉണ്ടായിരിക്കും. ഓക്കെ, ട്രൂ ഫ്രൂട്ടിൻ്റെ പൊതിഞ്ഞുകൊണ്ട് ആ തലാമസ് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ അത്രയാണ് എന്ത് പോം എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്തൊരു കാറ്റഗറി നോക്കാം. അടുത്താണ് എന്ത് പെപ്പോ. പെപ്പോ എന്ന് പറഞ്ഞാൽ ഒരുപാട് സീഡ് ഉണ്ടായിരിക്കും. അതുപോലെ ഫ്ലഷി ആൻഡ് ലാർജ് സൈസിലായിട്ടുള്ള ഫ്രൂട്ട് ആയിരിക്കും. അതിൻ്റെ ഓവറി എന്ന് പറയുന്നത് ഇൻഫീരിയർ ആണ്, സിങ്കാർപ്പസ് ആണ്. സ്പെഷ്യലൈസ്ഡ് ടൈപ്പ് ഓഫ് ബെറി ആണ് ആക്ച്വലി എന്ത് പെപ്പോ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഔട്ടർ പോർഷൻ എന്ന് പറയുന്ന ആ ഒരു എപ്പികാർപ്പ് എന്ന് പറയുന്നത് ലെതറി ആയിട്ടുള്ള ഒരു കവറിങ് ആയിരിക്കും. പുറത്ത് ഭയങ്കര ലെതറി ആയിട്ടുള്ള ഒരു കവറിങ് ആയിരിക്കും. ഈ എപ്പികാർപ്പ് എന്ന് പറയുന്നത് ലെതറി ആയിട്ടുള്ള ഒരു കവറിങ് ആണ്. ഇത് എന്ന് പറയുന്നത് നമ്മളെ കുക്കുർബിറ്റേസിയ ഫാമിലിയിലാണ് കൂടുതൽ കാണുന്നത്. അതായത് മലണ്, കുക്കുംബറിൽ ഒക്കെയാണ് ഈ ഒരു ടൈപ്പ് ഫ്രൂട്ട് കാണുന്നത്. അപ്പോൾ നമുക്ക് കുക്കുംബറിൻ്റെ ആ ഒരു തൊലി, അതേപോലെ നമ്മുടെ മത്തൻ്റെ ഒക്കെ തൊലി എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ലെതറി പോലത്തെ ഒരു തൊലിയാണ് അല്ലേ. അപ്പോൾ എപ്പികാർപ്പ് എന്താണ്, ലെതറി ആയിരിക്കും. ഉള്ളിൽ ഒരുപാട് സീഡ് കാര്യങ്ങളുണ്ടായിരിക്കും. ഇൻഫീരിയർ ആയിട്ടുള്ള ഓവറി ആണ്. അത് നമുക്ക് മത്തൻ്റെ ഒക്കെ പെൺപൂവ് കണ്ടാൽ മനസ്സിലാവും. ഓവറി എന്താണ്, താഴെയാണ് ഇരിക്കുന്നത്. അതിൻ്റെ മേലെയാണ് എന്ത് കാലിക്സും കൊറോളയൊക്കെ ഉള്ളത്. ഓക്കെ, ഇനി എപ്പികാർപ്പാണ് പുറത്ത്, പിന്നെ മീസോകാർപ്പ്, എൻഡോകാർപ്പ് ചേർന്നാണ് ഈ ഒരു ഭാഗം. പിന്നെന്താണ് പ്ലാസെൻഡ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് കുക്കുംബറിലൊക്കെ നോക്കിയാൽ അറിയാം ഇഷ്ടം പോലെ സീഡ്സ് ഉണ്ടാവും അല്ലേ. ആ ഒരു ഫ്രൂട്ട് കഴിഞ്ഞു പെപ്പോ എന്ന് പറയുന്ന കാറ്റഗറി. ഇനി ഹെസ്പിരിഡി ആണ്. ഹെസ്പിരിഡി എന്ന് പറയുന്നത് നമ്മുടെ ഓറഞ്ചിലൊക്കെ കാണുന്ന ആ ഒരു ടൈപ്പ് ഓഫ് ഫ്രൂട്ടാണ്. മൾട്ടി സീഡഡ് ആയിരിക്കും, ഫ്ലഷി ഫ്രൂട്ട് ആയിരിക്കും. മൾട്ടി കാർപ്പലറി, സിങ്കാർപ്പസ്, സുപ്പീരിയർ ഓവറി ആണ്. ആക്സിയൽ പ്ലാസൻറ്റേഷൻ ആണ് കാണിക്കുന്നത്. പെരികാർപ്പ് എന്ന് പറയുന്നത് ഇതേപോലെ നമ്മളെ ഡ്രൂപ്പിലുള്ള പോലെ എപ്പികാർപ്പ്, മീസോകാർപ്പ്, എൻഡോകാർപ്പ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ എപ്പികാർപ്പ് എന്ന് പറയുന്നത് ലെതറി ആയിരിക്കും, ഓയിൽ ഗ്ലാൻസ് ഉണ്ടായിരിക്കും. അതായത് നമ്മൾ ഈ നാരങ്ങേൻ്റെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നാരങ്ങേൻ്റെ തൊലി എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മളിങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്ന് ഒരു ജ്യൂസ് വരില്ലേ, നാരങ്ങയുടെ നീര്, എന്നിട്ട് നമ്മൾ കണ്ണിലായി കഴിഞ്ഞാൽ എരിയൊക്കെ ചെയ്യും. അങ്ങനത്തെ ആ ഒരു ഓയിൽ സെക്രീഷൻ ആ ഒരു തൊലിക്ക് ഉണ്ടാകും. പിന്നെ എൻഡോകാർപ്പ് എന്ന് പറയുന്നത് നമ്മുടെ അതിൻ്റെ ഉള്ളിലുള്ള നമ്മുടെ നാരങ്ങേൻ്റെ ഉള്ളിൽ നമ്മൾ ഓരോ ചൊളേൻ്റെയും പുറത്തൊരു എന്തുണ്ടാവും, ഒരു വൈറ്റ് കളർ തൊലി ഉണ്ടാവില്ലേ, അതാണ് എന്ത് മീസോകാർപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എൻഡോകാർപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ആ കഴിക്കുന്ന ആ ഒരു ഭാഗമില്ലേ, എൻഡോകാർപ്പ് ഉണ്ടാക്കിയിരിക്കുന്നത് ഒരുപാട് യൂണിസെല്ലുലാർ ആയിട്ടുള്ള ഫ്ലൂയിഡ് ഫിൽഡ് ട്രൈക്കോം കൊണ്ടാണ് എന്തുണ്ടാക്കിയത്, എൻഡോകാർപ്പ് ഉണ്ടാക്കിയിട്ടുള്ളത്. അത് ലോക്യൂളിലേക്ക് ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്തിട്ടാണ്, ആ ട്രൈക്കോം ലോക്യൂളിലേക്ക് ഇങ്ങോട്ട് പ്രൊജക്റ്റ് ചെയ്തിട്ടാണ് ഉണ്ടാവുക. അപ്പം നമ്മൾ നാരങ്ങയുടെ ചുളേൻ്റെ ഉള്ളിലുള്ള ആ ഒരു ജ്യൂസി ആയിട്ടുള്ളത് എന്ന് പറയുന്നത് അതിൻ്റെ എൻഡോകാർപ്പാണ്. ഇത് കാണുന്നത് ഓറഞ്ച് ലെമണിലൊക്കെയാണ്. അപ്പം അത്രയാണ് എന്ത് ഫ്ലഷി ഫ്രൂട്ട് ഉള്ളത്. അപ്പം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ക്ലാസ്സിൽ എന്തെങ്കിലും വേരിയേഷനും കാര്യങ്ങളും വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.